ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഗായ്സ്, ഞാനിവിടെ വെണ്ടയ്ക്ക സബ്ജി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ഞാൻ നല്ലപോലെ കഴുകി ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ വച്ചിരിക്കുവാണ്. ഇവിടെ ഞാൻ 2 ചുമന്നുള്ളി, കരിയാപ്പില, പച്ചമുളക്, 2 തക്കാളിക്ക എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളി. ഇനി ഞാനിതൊന്ന് അരിഞ്ഞിട്ട് വരുവാണ്. വെണ്ടയ്ക്ക ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേ. ഇവിടെ ഞാൻ 2 സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. ഇനി 1 സ്പൂൺ ജീരകം അങ്ങോട്ട് ഇടുക. കടുക് പൊട്ടിക്കുന്നില്ലേ. ഇവിടെ ജീരകം പൊട്ടി, ചുമന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പിട്ട് ഒന്ന് വഴറ്റുവാണേ. ഞാനിവിടെ ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, 2 സ്പൂൺ മുളക് പൊടി, കാശ്മീർ ചില്ലി പൗഡർ, ഇച്ചിരി ഗരം മസാല, മഞ്ഞൾപ്പൊടി. ഇനി ഇതൊന്ന് ചൂടാക്കാം, ഇതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറട്ടെ. അതിനകത്തോട്ട് തന്നെ ഞാൻ 2 പഴുത്ത തക്കാളിക്ക ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് വെണ്ടയ്ക്ക അങ്ങോട്ട് ഇടുവാണേ. ഞാനിതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുവാണേ. വെണ്ടയ്ക്കയോട് ഇട്ട് നല്ലപോലെ മസാല പിടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ ഇച്ചിരിയും വെള്ളം ഒഴിച്ച് അടച്ചൊന്ന് സിമ്മെ വേവിക്കാൻ പോവുകയാണ്. അതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിക്കുക. ഞാൻ ഒത്തിരി വെള്ളം ഒഴിക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക സബ്ജി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചപ്പാത്തിയും സബ്ജിയും സൂപ്പർ കോമ്പിനേഷനാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.